എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. നല്ല സൂപ്പറായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ പൊട്ടുകടല അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ 1-2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടുകടല ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കാരണം നല്ല രീതിയിൽ ഈ ഒരു ശർക്കരയൊക്കെ ഇതിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ടാണ് 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അവലൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അവൽ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ശർക്കര പാനി നമ്മൾ ഈ ഒരു ശർക്കര ചേർത്തിട്ടില്ലേ അത് കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടും അവൽ ചേർക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് ടൈപ്പ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ അരികെല്ലാം മുറിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ വെള്ളം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കളയുക. പിഴിഞ്ഞ് നല്ല രീതിക്ക് കൈക്കുള്ളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞ് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ അതുപോലെ ചെറിയൊരു ബോളാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിനകത്ത് നമുക്കിതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. എന്നിട്ട് നല്ല രീതിക്ക് ഒരു ബോൾ കണക്കിന് ഇതിനെ പിടിച്ച് നല്ല രീതിക്ക് ഒന്ന് ഉരുട്ടിയെടുക്കണം. കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് കിട്ടണം. ഇനി നമുക്ക് ഇതിന് ഞാൻ ഓയിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഓയിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു 4 മണി പലഹാരം. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.